എന്താട്ടാ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. എന്തിനാ? നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്? അത് വണ്ടി ശരിയാക്കാൻ. നീ വണ്ടി പണിക്കാനല്ലല്ലോ വീട്ടിൽ വന്നത്. പിന്നെ കൂടുതൽ വിലച്ചിലെടുക്കരുത്. നിനക്ക് എന്തോടാ മുത്തിൻ്റെ അടുത്ത് ഇത്ര പ്രശ്നം? എടാ നാണമാനായിട്ടാ പഠിക്കാൻ പോകുന്നിടത്ത് പ്രേമിക്കാൻ നടക്കുക. അവർക്കത് പറ്റത്തില്ല കംപ്ലൈന്റ് ചെയ്യുമ്പോൾ റിവെഞ്ച് ചെയ്യേ ഒട്ടാതെ വരുന്നില്ലല്ലോ. നീളൊക്കെ ആകുമ്പോ പല പ്രശ്നങ്ങൾ കാണാം. അതിൽ ഈ വീട്ടുകാർ കിടന്ന് ജാടാണിക്കണം. എന്തിനാ? പിന്നെ വീട്ടുകാരല്ല എന്റെ ഒരു കൊച്ചിന് ആവശ്യം വരും. പിന്നെ ഞാൻ ആണോ ചോദിക്കാൻ പറഞ്ഞത്? ചോയെന്ന് കാണിക്കരുത്. നിന്നെ വിട്ട് പൊട്ടിക്കാനാ ഞാൻ നിന്റെ ഷാജിയാണ്. നീ നിങ്ങളെന്തോ ഇവിടെ? എടാ ഇതെന്റെ മോനാടാ. എടാ നീ എന്തിനിപ്പോ ഇവിടെ വന്നത്? ഞാൻ ഇവന് 2 അടി കൊടുക്കാനായിട്ടാണ്. അടിക്കാനാ ഇവനെ? നീ എന്നാ പിന്നെ അടിയടാ. എടാ അടിയടാ. നീ വേറെ സംസാരിക്കണ. നീ അടിക്കാൻ വന്നതല്ലേ? നീ അടിച്ചതിന് ശേഷം സംസാരിച്ചാൽ മതി. ഞാനൊന്ന് കാണട്ടെ അടിക്കണത്. ഷാജിയാണ, ഇത് അണ്ണന്റെ വീടാണോ അണ്ണന്റെ മോനാണോ എനിക്കറിയത്തില്ല. ഞാൻ ഇവനെ തിരക്കിയാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല അടിക്കാൻ തന്നെ വന്നത്. അതിന് തക്കതായ ഒരു കാരണമാണ്. എന്ത് കാരണം? ലേറ്റസ്റ്റ് നേതാവ് എൻ്റെ മച്ചമ്പിയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. മച്ചമ്പിയുടെ മോള് മുത്തും ഇവനും സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. അല്ലേടാ? അപ്പോൾ മുത്തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയെ ഇവൻ പ്രണയിക്കാനെങ്ങനെ നടക്കുകയോ അവർ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇവന് സ്കൂളിൽ നിന്ന് 1 മാസം കണ്ട് ഡിസ്മിസ് ചെയ്യുക എന്താ പ്രശ്നം ഉണ്ടായി. അതെപ്പോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ ഇത്രയും നാളും കഴിഞ്ഞിട്ട് എൻ്റെ വീട് തിരക്കി വന്നേക്കുന്നു എൻ്റെ കൊച്ചിനടുത്ത് പ്രതികാരം വീട്ടെ. അപ്പോൾ പിന്നെ ഞാൻ തിരക്കി വരണ്ട. അണ്ണൻ പറ, അണ്ണനായിരുന്നു അവസാനത്ത് എന്ത് ചെയ്യും? എടാ ഈ പറയണൊക്കെ ഉള്ളത് തന്നെയാണ്. ഇല്ല ഞാൻ വണ്ടി ശരിയാക്കാൻ പോയത് അല്ല വേറെ ഒന്നിനല്ലേ. എടാ ഇവ ഇന്ന് പറയണേ നീ എന്ത് പറയണേ? ഇവിടെ ഉള്ളത് പറ, കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഇവനെ തിരക്കി വരണമെങ്കിൽ തക്കതായോ കാരണം. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നത്? എടാ ഈ പറയണതൊക്കെ ഉള്ളത് തന്നെയാടാ. ഇല്ല എടാ കള്ളം പറയല്ലോ. ഒറ്റയടിക്ക് ഉറക്കണില്ലേ? ഉള്ളവരാടാ. ഇല്ല വണ്ടി ശരിയാക്കാൻ പോയത്. വണ്ടി ശരിയാക്കണ ഇത്ര ദൂരം ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണമല്ല. വണ്ടി പണിക്കാനെന്നും പറഞ്ഞ് ഇവൻ അവിടെ വന്നത് എനിക്കത് അറിയത്തില്ല. ഞാൻ വണ്ടി പണിഞ്ഞു കൊടുത്തു. പോയി കഴിഞ്ഞാണ് മുത്തന്നോട്ട് ഈ കാര്യം പറയുന്നത്. ഇതെങ്ങാണം മച്ചമ്പിമാരറിഞ്ഞറിയാമല്ലോ. നമ്മളെ ഇന്ന് കൈ നിൽക്കൂല. തൽക്കാലം നീ അവരോടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയണതെല്ലാം സത്യമാണെന്നുള്ള എനിക്കറിയാം. നീ ഒരു കള്ളവും പറയണ്ട. എടാ നിന്നെ പഠിക്കാനല്ലേ ഞാൻ അയച്ചത്, അല്ലാതെ വല്ല പെമ്പിള്ളേരെ പുറകെ നടന്നേ റിവെഞ്ച് ഉണ്ടാക്കാനല്ല. പറഞ്ഞാൽ മനസ്സിലായ? എടാ റൊണാൾഡേ, നിനക്കറിയാമോ 10-15 കേസ് ഉണ്ടായിരുന്നതാ. അതിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ ഊരിക്കൊണ്ട് വരികയാണ്. ആ സമയത്താണ് ഇവ ഓരോ വള്ളിയും കൊണ്ടുവരണത്. ഇനി നീ പഠിക്കാൻ പോണ്ട, മതി. താക്കോൽ വിടറാ. ഓ അതൊരു പോടാ വണ്ടി താക്കോല് ഓടാത്ത കയറി. ഷാജിന, നിങ്ങളത് നെയ്യാറ്റിൻകരയിൽ ഇങ്ങോട്ട്? എടാ ഒന്നും പറയണ്ട. അവിടെ കിടന്ന ഗുണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു മുദ്ര കുത്തിവെച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ. ഇവന്മാരെങ്കിലും പഠിപ്പിച്ച് രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാന്ന് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഇവനൊക്കെ കാരണം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോണെന്ന്. ഇനി നിന്റെ ചേട്ടന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ വരും? ഏത് മുഖം വെച്ച് വരും? നീ പറ. മച്ചന്മാരി കാര്യമൊന്നും അറിയത്തില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷെ അണ്ണ എനിക്കൊരു ഉറപ്പ് വേണം. അണ്ണൻ്റെ മോൻ്റെ നിഴല് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് എൻ്റെ കൊച്ചിനെടുത്തോണ്ടാകും. അത് ഉറപ്പ് ഞാൻ തരുന്നു. ഇനി ഒരു കാരണവശാലും അവൻ്റെ നിഴൽ ആ ഏരിയയിലേ വരൂല. അത് ഞാൻ ഷാജിയുടെ വാക്ക് എനിക്ക് ഉറപ്പ്. അത് മതി. ഓക്കെ. പിന്നെ സുഖം തന്നെയാണ്. സുഖം. പഴയ നമ്പർ തന്നെയല്ലേ? അണ്ണൻ വിളിക്കാം. അവിടെ ഉണ്ട്. ഞാൻ വിളിക്കും. ഓക്കെ. അപ്പോൾ അത് ഉറപ്പ്. ഞാൻ നിനക്ക് ഉറപ്പ് തരല്ലേ? ഓ ഇവനാ ഞാൻ ഇന്ന്. കർത്താവേ, തീപ്പൊരി ഷാജിയുടെ പഴയ സ്വഭാവത്തിനാന്ന് എൻ്റെ വയറ്റിൽ ഒരു 10-14 തയ്യൽ വീണാനെ. ഭാഗ്യത്തിന് അടിയും കൊണ്ടില്ല. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവുകയും ചെയ്തു.